ഞാൻ എന്നാണ് എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി ഉണ്ടായിട്ടുള്ളത് ഭവാനി ചേട്ടാ? ഭവാനി ചേട്ടൻ എന്നു വിളിക്കണമെന്ന് ടൈഗറുടെ നിർദ്ദേശമാണ്. ഭവാനി ബാബുവിന് ഈ ചേട്ടാ എന്ന വിളി വളരെ ഇഷ്ടമാണ്. കാര്യം വളച്ചു പിരിച്ചു പറയാൻ ഈ മനുഷ്യൻ വലിയ കേമനാണെന്നും ടൈഗർ പറഞ്ഞു കൊടുത്തിരുന്നു. വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഇനി എന്തു ചെയ്താലാണ് താൻ മുഴുവനും വിശ്വാസയോഗ്യനാണെന്ന് ഭവാനി ബാബുവിന് ബോധ്യം വരിക എന്ന് തപന് പിടികിട്ടുന്നില്ല. ഒരാളെ പുകഴ്ത്താനും സ്തുതി പാടാനും തപൻ അറിയില്ല. ഒരാൾ പറഞ്ഞതനുസരിച്ച് കൊല നടത്തി ആ ആളും തപനും പരസ്പരം വിശ്വസിച്ചു കഴിയുമെന്ന് എങ്ങനെ ഉറപ്പിക്കാം? അത് വാസ്തവമാവില്ല. എന്തെങ്കിലും ചിന്തയുണ്ടോ തപൻ? ഞാൻ എന്തു ചിന്തിക്കാൻ? ചിന്ത ഉണ്ടാവില്ലേ? നിങ്ങൾ യുവാക്കൾ, നിങ്ങൾക്കല്ലേ നാനാവിധ ഐഡിയകൾ ഉള്ളത്. ഞാനൊക്കെ വയസ്സന്മാരായ യോഗികൾ. താങ്കളുടെ അറിവും അനുഭവവും വളരെയേറെ. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം. പുതിയ സർക്കാരാണ്. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സുധീർ ബാബു മറ്റൊരു രാഷ്ട്രീയത്തിലായിരുന്നല്ലോ. യൂണിയന്റെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമായിരുന്നു. ആളുകൾക്ക് അവരിൽ വേണ്ടത്ര വിശ്വാസമുണ്ട്. അത് വഴിയിലും എല്ലായിടത്തും കാണാനുണ്ട്. അവർ നമ്മളുടെ, അതായത് താങ്കളുടെ ആൾക്കാരുടെ കാര്യങ്ങളെ മാനിച്ചു കൊടുക്കുന്നത് എന്തിന്? താങ്കളുടെ കൂട്ടരെ വോട്ടിൽ തോൽപ്പിച്ച് അധികാരത്തിൽ വന്നു. സാധാരണ ജനങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്! അതു കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഭവാനി ബാബുവിന്റെ കണ്ണുകൾ കരുണാർദ്രമായി. പൊളിറ്റിക്സ് ചെയ്തു, എന്നിട്ടും സൂത്രം മനസ്സിലായില്ല? ഞാൻ പൊളിറ്റിക്സ് ചെയ്തിട്ടില്ല ഭവാനി ചേട്ടാ. ചെയ്തത് ചമ്പകനാണ്. അവൻ പൊട്ടിത്തെറിച്ചു. കാജൽ ചെയ്തിരുന്നു. ആ കാര്യമൊക്കെ പോട്ടെ, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അതോ, ഞാൻ വിരോധിയായിരുന്നു. തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. അതവർ സമ്മതിച്ചു തരുമോ? അവർ ഇപ്പോഴും നല്ലവരാണ്. നമ്മളെ അവർക്കെങ്ങനെ പിടിക്കാനാകും? അത്രയ്ക്ക് സമർത്ഥരായിട്ടില്ല. സൂത്രങ്ങൾ മനസ്സിലാവില്ല. ആരാണ് അവരെ പിന്തുടരുന്നതും സഹായിക്കുന്നതുമെന്നും ആർ എതിരാണ് എന്നുമാണ് അവർക്കറിയേണ്ടത്. താങ്കൾ അപ്പോൾ? ഞാൻ അവരുടെ കൂടെ തന്നെ. ഇനി ഞങ്ങളെ, എന്നെ താങ്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും? എനിക്ക് വഴി ശരിക്കറിയണമെന്നുണ്ട്. വളരെ സൂക്ഷിച്ച് എല്ലാം മനസ്സിലാക്കി നടക്കണം. സുധീർ ബാബുവിനെ തിരഞ്ഞെടുത്തു എന്നത് ശരി തന്നെ. എന്നാൽ യൂണിയനിൽ ലാൽട്ടു ബസുവിനും സ്ഥാനവും ബഹുമാനവും ഉണ്ടായിരുന്നു. ലാൽട്ടു ബാബു ആദ്യം നിന്നേനെ, വോട്ടും കിട്ടുമായിരുന്നു. ജയിക്കാനായില്ലെങ്കിലും ഒരു കാര്യം, അവർക്കിടയിൽ ആർക്കാണ് അധികം കഴിവ് എന്നും ഉൾപ്പോര് എന്നും ഉറപ്പുണ്ടാവും. അത് നീ മനസ്സിലാക്കി വച്ചോ. അതവരുടെ പ്രശ്നം. അവർക്ക് ഒരുമ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഏർപ്പാടിന് വിഷമം വരും. വഴക്കും വക്കാണവും ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഗുണം. എന്തൊക്കെ നടന്നിരുന്നോ അവയെല്ലാം തുടരുമോ? എന്താ നടക്കാതിരിക്കാൻ എന്ന് പറയ്. രാമാധാരി സഹായ് കോൺഗ്രസ് യൂണിയനിൽ ഉണ്ടായിരിക്കും. സുധീർ ബാബുവിന് ഇനി യൂണിയൻ കൊണ്ടു നടക്കാൻ അത്രയ്ക്ക് സാധ്യമാവില്ല. ലാൽട്ടു ബാബുവിന് കഴിയുന്നതും ചെയ്യും. താങ്കൾ? ഞാൻ എങ്ങനെയായിരുന്നുവോ അതേപോലെ നിൽക്കും. ലാൽട്ടു ബാബുവിന്റെ യൂണിയനിലേക്ക് തൽക്കാലം പോകുന്നില്ല. പിന്നീട് ഉപദേശം കൊടുക്കുന്ന ആളാവേണ്ടി വരും. ലേബർ ലൈനിനെ പറ്റി നിനക്ക് വേണ്ടത്ര അറിവുണ്ടല്ലോ. ലേബർ സ്ട്രൈക്ക് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചാൽ ബ്ലോക്ക് ലെഗിനെയും സ്ട്രൈക്ക് ബ്രേക്കറെയും കടത്തിവിടാനുള്ള അറിവുണ്ട്. ഭവാനി ബാബു മഞ്ചത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും മില്ലുടമയ്ക്ക് ലാഭം തന്നെ. ചിന്തിക്കേണ്ടിയിരിക്കുന്നു തപൻ. അങ്ങാടിയിൽ നൈലോൺ നൂലുകൾ വേഗത്തിൽ പ്രചാരം കിട്ടാൻ പോകുന്നു. ചണം എത്ര നാൾ നിലനിൽക്കും? ഞാൻ മുൻകൂട്ടി പറയുന്നു, ഈ ഫാക്ടറിയിലും മില്ലുകളിലും ദുർദശ വരാൻ പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും വരും. സർക്കാർ ആരുടെ ആയാലും ജോലിയെടുക്കുന്നത് സാധാരണ ജനങ്ങളല്ലേ. സർക്കാരിന് പാവങ്ങൾക്ക് ഒറ്റ രാത്രിക്ക് ക്ഷേമം വരുത്താനാകുമോ? ഛേ, എന്താ താങ്കൾ പറയുന്നത്? കമ്പനികളുടെ ഭാഗത്തോ? പവർ, അതായത് ഇലക്ട്രിസിറ്റി വേണം. ലേബർ കുഴപ്പം പാടില്ല. മിൽ, ഫാക്ടറി ഉടമകൾ എല്ലാം നോക്കിക്കൊള്ളും. എല്ലാം ശരിക്ക് നടത്തും. അവർ മനുഷ്യർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയല്ല കമ്പനി നടത്തുന്നത്, ലാഭത്തിനു വേണ്ടി, ആദായമുണ്ടാക്കാൻ വേണ്ടി. നക്സലുകളെ പേടിച്ച് എത്ര പേരാണ് എല്ലാം അടച്ചുപൂട്ടിയത് അറിയില്ലേ? അപ്പോൾ കുറച്ചു നന്മയും കുറച്ച് തിന്മയും ഉണ്ടാവും.
നീ പൊളിറ്റിക്സിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല. ദീനു ഇല്ല, ഇനി നീ തന്നെ ബോസ്, അത് അറിഞ്ഞു വെച്ചോ. താങ്കൾ ഉള്ളപ്പോൾ ഞാൻ എന്നും പിന്നിലുണ്ടാവും. ദീനു ഉള്ളപ്പോൾ എല്ലാവരും ദീനുവിനെ മാത്രം കണ്ടു, എന്നെ കണ്ടില്ല. ഇനി ഞാൻ അധികവും കൽക്കത്തയിൽ തന്നെയാവും താമസം. പൊളിറ്റിക്സ് എല്ലാം കൽക്കത്തയിൽ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപകടമാണ്. അതെ, അത് ശരിയാണ്. ദീനു ബാബുവിനെ കാണാൻ കഴിയുന്നു. ദീനു ബാബുവിന് മുഖമുണ്ട്. ദീനു അക്രമിയാണ്, ദീനു കൊലയാളിയാണ്. ദീനു കാളിപൂജ സമയത്ത് എല്ലാവരോടൊപ്പം ചേർന്ന് ആഘോഷിച്ചു മതിക്കുന്നു. ദീനു ബാരക് ഭവനിൽ പോകുന്നു, അവിടെയിരുന്ന് മദ്യപിക്കുന്നു, പിന്നെ വീട്ടിലേക്ക് തിരിക്കുന്നു. നേതാജി ദിനത്തിൽ കുട്ടികളെ വിളിച്ചുകൂട്ടി പരേഡ് ചെയ്യിക്കുന്നു. ദീനു വേറെയും ഗുണ്ടകളെ പോറ്റി വളർത്തുന്നു. ടൗൺ ക്ലബിൽ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാനെത്തിയാൽ അവരെ കൽക്കത്തയ്ക്ക് കൊണ്ടുപോയി വലിയ വലിയ മാച്ചുകൾ കാണിച്ചു കൊടുക്കുന്നു. ദീനു ഫേസ്ലെസ് അല്ല, അവൻ കാണാൻ കഴിയുന്ന രക്തവും മാംസവുമുള്ള മനുഷ്യനാണ്. അങ്ങനെ രക്തമാംസമുള്ള മനുഷ്യനായതുകൊണ്ട് അവനെ കാണാനൊക്കുന്നു. അവന്റെ നിഴലും കാണാനാകുന്നു. നിഴൽ എപ്പോഴും ശരീരത്തിനാണല്ലോ ഉള്ളത്. നിഴലും ശരീരവും ഒന്നിച്ച് നീങ്ങുന്നു. ഇറാനി ദീനുവിന്റെ നിഴലായിരുന്നു. അവനെയും കാണാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം അവരെ ഒന്നിച്ച് കിടക്കുന്നത് കണ്ടു. രക്തത്തിൽ മുങ്ങി എല്ലാവരും കണ്ടു. ദീനുവിന് മുൻവശമുണ്ടായിരുന്നില്ല, ഫ്രണ്ടുമില്ല, മുഖമുണ്ടായിരുന്നു. ഭവാനി ബാബു ചിരകാലം പിന്നിൽ തന്നെ ഉണ്ടായിരിക്കും. ഫേസ്ലെസ് ആണ്, ഛായയുമില്ല. ആ നിഴൽ എല്ലായിടത്തും എത്തും. ഭവാനി ബാബു എല്ലാം കണക്കനുസരിച്ച് നടക്കുന്ന ആളാണ്. സുധീൻ ബാബുവും ലാൽട്ടു ബാബുവും ഭവാനി ബാബുവിന്റെ എതിർപക്ഷത്തായിരുന്നു. ചുവന്ന കൊടി പാർട്ടി. രാമാധാരി സഹായി ഫ്രണ്ടാണ്, കോൺഗ്രസ് പാർട്ടിയുടെ യൂണിയൻ നടത്തുന്ന ആൾ. ഇന്ന് ഭവാനി ബാബു സുധീൻ ബാബുവിനെ മാനിക്കുന്നു. എന്നാൽ സഹായി ബാബുവും ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഐക്യം ഭവാനി ബാബു ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒട്ടും തന്നെയില്ല. ഒരുപക്ഷെ ഒരു ദിവസം പറഞ്ഞേക്കാം, നേതാവും തമ്മിൽ ഒത്തുതീർപ്പിലെത്തുക. പക്ഷേ അക്കാര്യം ഗൂഢമായിരിക്കട്ടെ. ചാവുന്നെങ്കിൽ തൊഴിലാളികൾ ചാവട്ടെ. അതിനുള്ള സമയം ഇപ്പോഴല്ല, ഇനിയും സമയമായിട്ടില്ല. ഇപ്പോൾ തപൻ ഭവാനി ബാബുവിന്റെ ആകാരത്തിൽ ഏതു രൂപത്തിലായിരിക്കണം? എന്താ ആലോചിക്കുന്നത് തപൻ? ഓ, ഒന്നുമില്ല. ആലോചനകളും ചിന്തകളുമെല്ലാം എനിക്ക് വിട്ടുതന്നേക്ക്. പണി അറിയുന്നവൻ പണി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ദീനു ബാബുവും അതല്ലേ ചെയ്തിരുന്നത്? അവന്റെ കാര്യം ആരെങ്കിലും ചിന്തിക്കുമോ? അവന് സ്വഭാവത്തിന്മേൽ ഒരു കൺട്രോളും ഉണ്ടായിരുന്നില്ല. തോന്നുമ്പോൾ ബാരക്കിലേക്ക് പോവുകയോ, എത്ര നല്ല ഭാര്യ വീട്ടിൽ എന്നെപ്പോലെ ഒരു ബ്രഹ്മചാരിയെ എവിടെ കാണും? ഭാര്യ മരിച്ചു, പിന്നെ വിവാഹം കഴിച്ചതേയില്ല. താങ്കൾക്ക് തുല്യനായി താങ്കൾ മാത്രം ഭവാനി ചേട്ടാ. പിന്നെ നിനക്കെന്തിനിത്ര ചിന്ത? ഞാൻ എന്തു ചെയ്യണം? എല്ലായിടവും എല്ലാ കാര്യങ്ങളും നല്ല പോലെ മനസ്സിലാക്കി വെക്ക്. ടൈഗർ ചൂതുകളി ഇപ്പോൾ എത്ര സ്ഥലത്തുണ്ട്? 16 ഹരിജൻ ബസ്തിയിൽ നിന്ന് എത്ര വരുമാനമുണ്ട്? നല്ല പോലെയുണ്ട്. അവിടെ നിന്നു 2 വേണ്ടെന്ന് വെക്ക്. അല്ല, 16 കുറച്ച് 10 കളയെ. അപ്പോൾ 6 കുറഞ്ഞു. ആൾക്കാർ അതാണു കാണുക തപൻ. ബാക്കി 10 നടന്നോളും. അതിന് ആൾക്കാർക്ക് വിരോധമുണ്ടാവില്ല. ഒരു കാര്യം, അവ നിർത്തൽ ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായും കുറച്ചുപേരെ കൂടെ കൊണ്ടുപോകണം. മൈക്കിൽ കൂടി വിളിച്ചു പറയണം. ഭരതൻ ബാഷ്പോറിന്റെ സ്വപ്നം ഇതായിരുന്നു, ഹരിജനങ്ങളുടെ കുടിലുകൾക്കിടയിൽ വാറ്റുചാരായവും ചൂതുകളിയും പാടില്ല എന്ന്. ആ സ്വപ്നം ഞങ്ങൾ സഫലമാക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ മറ്റവയും നീക്കം ചെയ്യുക. പോലീസിനെയും കൂടെ കൊണ്ടുപോകണം. ഭരതനില്ലല്ലോ ഇപ്പോൾ. ഹരിജനങ്ങൾക്കിടയിൽ മദ്യത്തിന്റെയും ചൂതുകളിയുടെയും ലഹരി കയറ്റിവിടണം. ആൺപിള്ളേരെ അതിലേക്ക് വീഴ്ത്തിയാൽ അവർക്ക് രസം കയറിക്കൊള്ളും. എല്ലാം വഴിപിഴച്ചവരായി തീരും. നമ്മുടെ കുട്ടികൾ തോന്നിവാസികളായി തീരുകയെന്നത് നല്ല കാര്യമല്ലല്ലോ. എല്ലാം ജോലിയില്ലാത്തവരില്ലേ? ജോലി കൊടുക്കാനാകുന്നില്ല. ജോലിക്ക് പറ്റിയവരായി എത്ര എണ്ണമുണ്ട്? അതും ഒന്ന് നോക്കിക്കോ. പിന്നെയുള്ളത് ബാരക് കെട്ടിടം. അത് ടൈഗർ തന്നെ നോക്കട്ടെ. അതും നോക്കണം. ഭവാനി ബാബു അടുത്തേക്ക് നീങ്ങി കുനിഞ്ഞിരുന്നു. നീ എന്താ പറയണേ തപൻ? 8-10 പെൺകുട്ടികൾ എവിടെ പോകും? അവരെ പറഞ്ഞയച്ചാൽ മനുഷ്യരവരെ പിച്ചി ചീന്തി തിന്നില്ലേ? അവർക്ക് ഭക്ഷണം എവിടെ നിന്നു കിട്ടും? വെറും അബലകൾ. എവിടെ പോകും? അത് ധർമ്മത്തിനു ചേർന്നതാവില്ല. 8-10 അല്ല ഭവാനി ചേട്ടാ, 30 പേരുണ്ട്.
അത്രയെങ്കിൽ അത്ര. ഇവിടെ അവർക്ക് ഒരു പ്രൊട്ടക്ഷനും ഉണ്ടല്ലോ. നീ കണ്ടിരിക്കും, ഒരു തയ്യൽ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. പണി വല്ലതും പഠിച്ച് അവ നല്ല വഴിക്ക് പോകട്ടെ എന്ന് വെച്ച് ചെയ്തതാണ്. പക്ഷേ നല്ല വഴിക്ക് പോകണമെന്ന് ഒറ്റ എണ്ണത്തിനില്ല. എല്ലാം രസമറിഞ്ഞു കഴിഞ്ഞവരായി. നീ സ്കൂൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഒരിക്കലും അങ്ങോട്ട് കടന്നിട്ടില്ല. കൂടാതെ താഴെ ഏതാനും കടകളും. അതെ, മദ്യക്കടകൾ. വലിയ നീതിമാനായിട്ട് ഒരു പ്രയോജനവുമില്ല തപൻ. അക്കാര്യങ്ങളെല്ലാം തീരെ ചീത്തയാണെന്ന് പറയാനാകുമോ? ഞാനോ നീയോ ചീത്തയാണെന്ന് പറഞ്ഞതുകൊണ്ടും അവ ചീത്തയാവുന്നില്ല. നാട്ടിലെങ്ങും ലോകത്തിൽ മുഴുവനും ഇവ നടക്കുന്നുണ്ട്. പിന്നെ ഒരു പരമാർത്ഥം പറയാമല്ലോ, ഞാൻ ആശയ്ക്ക് വക നൽകി ആരെയൊക്കെയോ യുവവാഹിനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അവരെ വഴിയാധാരമാക്കി വിടാൻ പറ്റുകയില്ല. അവരെ നമ്മോടൊപ്പം നിർത്തുക തന്നെ വേണം. നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഒരിക്കൽ അവരെ കൊണ്ട് നമുക്ക് ഉപകരിക്കും. അത് ടൈഗർ തന്നെ നോക്കട്ടെ. നോക്കും, ശരി തന്നെ. നീ അനങ്ങാതെ ഇരിക്കരുത്. എല്ലായിടത്തും കണ്ണുണ്ടായിരിക്കണം. ബമ്പ, ധാനു, രംഗിൻ, മലയൻ എന്നിവരൊക്കെയുണ്ട്. പക്ഷേ അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ നീ നോക്കണം. ആപത്തു കണ്ടാലും വന്നാലും എന്തു ചെയ്യണമെന്നത് നീ നോക്കണം. നീ ഒറ്റയ്ക്ക് എന്തു ചെയ്യും? ഒരു ഫ്രണ്ട് നിനക്ക് അത്യാവശ്യമാണ്. ഫ്രണ്ട് വേണ്ടതു തന്നെ. പക്ഷേ എന്തെങ്കിലും വിശ്വാസയോഗ്യമാകുമോ? തപനെ ടൗൺ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയാലും സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയാലും തപൻ ബാബു എന്ന് വിളിച്ച് ഒപ്പമിരുത്തി ചായ കുടിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആളെ ആരെങ്കിലും വിശ്വസിക്കുമോ? ടൗണിന്റെ നടുവിൽ 3 കൊലപാതകം നടത്തിയ ഒരുവനെയാണ് സ്റ്റേഷനിൽ ബഹുമാനിച്ചിരുത്തുന്നത്. തപൻ പീഡികക്കാരനായാലും ബിസിനസ് ചെയ്യുന്നവനായാലും എല്ലാവർക്കും അറിയാം അതൊക്കെ മുഖംമൂടിയാണ്, കാണിക്കാൻ മാത്രമാണ് എന്ന്. യഥാർത്ഥത്തിൽ തപൻ ഒരു വാടകയ്ക്ക് പണിയുന്ന കൊലയാളി മാത്രമാണ്, മർഡറർ. എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഒരു വിഷയത്തെപ്പറ്റിയും അത്ര. കോൺട്രാക്ടർ പണി ചെയ്യ്. എന്തിൻ്റെ? ഭൂമി, കെട്ടിടം, വീട്, ലാൻഡ് ഡെവലപ്മെന്റ്. എവിടെ? എൻ്റെ വീട് വളരെ ഉള്ളിലേക്കു നീങ്ങിയായിപ്പോയി. മോഹൻലാലിൻ്റെ കൂടെ ദീനുവിൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസിൽ. എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ എവിടെ? മോഹൻലാലിൻ്റെ 10, നിന്റെ 6. ക്യാപിറ്റൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ശുക്കുബാബുവും കൂടെയുണ്ടാകും. നിലത്തിനെപ്പറ്റി അറിയാം. കോർട്ടിൽ പോകേണ്ടി വന്നാലും അവിടെ നിന്നു രക്ഷപ്പെടാനും തനി മാസ്റ്ററാണ്. മലയനും ധാനുവും രവിയും കൂടെ നിൽക്കട്ടെ. അവരോട് ചേർന്ന് പങ്കിനു പണി ചെയ്യാം. നിലത്തിന്റെ കാര്യത്തിൽ പ്രോഫിറ്റ് ഹൈ ആണെന്നിരിക്കട്ടെ. അവർക്ക് ഭാഗം കൊടുത്ത ശേഷം ബാക്കി നീ എടുത്തോ. എനിക്കതിൽ നിന്നൊന്നും വേണ്ട. ഭൂമി ഡെവലപ്മെന്റ് നടത്തി കെട്ടിടങ്ങൾ ഉയർത്തേണ്ട ഭാരം എൻ്റെ.